കിട്ടാനുള്ളൊരു മാർഗം കുറച്ച് കല്ലുപ്പും കുറച്ച് മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് ഒരു ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയിട്ട് ഏതെങ്കിലും ഒരു തോർത്തിലിട്ടിട്ട് മുട്ടിൻ്റെ മുകളിലല്ല, മുട്ടിൻ്റെ അടിഭാഗത്ത് ആ ചൂട് കൊടുക്കുക. അപ്പോൾ മുരിങ്ങയിലയ്ക്ക് അതിൻ്റെ ഗുണമുണ്ട്, അറിയാലോ. ഉപ്പിന് അതിൻ്റെ ഗുണമുണ്ട്, ആ നീരിനെ പെട്ടെന്ന് വലിക്കും. ആദ്യം ഒന്ന് മുട്ടുവേദന ഒരു 1-2 ദിവസം കൊണ്ട് മാറാൻ, എന്നിട്ട് വെറുതെ മുറിവെണ്ണ തേച്ച് അവിടെ ഇട്ടേക്കുക. 1 മണിക്കൂർ കഴിഞ്ഞാൽ തുടച്ചു കളഞ്ഞു. ഇത് ചെയ്താൽ പെട്ടെന്ന് മുട്ടുവേദന മാറും, അപ്പോഴുള്ള മുട്ടുവേദന മാറും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പണി ചെയ്യണം, ഈ മസാജിങ് ആൻഡ് ടാപ്പിംഗ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മുട്ടിൻ്റെ ഈ 2 ഭാഗത്തും ക്ലോക്ക് ഇങ്ങനെ ആക്കിയാലും മതി കേട്ടോ. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് വേണമെന്നില്ല. ഇതൊരു 20 തവണ ചെയ്യണം, കണ്ടോ? കാരണം നിങ്ങൾക്കൊക്കെ മുട്ടുവേദന ഉള്ളതുകൊണ്ട് 20 തവണ. ഈ 20 തവണ ചെയ്തിട്ട് ഇവിടെയും ഇതുപോലെ ടാപ്പ് ചെയ്യുക. മനസ്സിലായില്ലേ? ഈ ഒരു പ്രധാനപ്പെട്ടതാണ് എളിവേദന. മിക്കവർക്കും ഈ എളി ഭാഗത്ത് ഭയങ്കര വേദനയാന്ന് പറയും അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ ഇവിടെ 10 പ്രാവശ്യം ഇങ്ങനെയും 10 പ്രാവശ്യം ഇങ്ങനെയായിട്ട് നന്നായി ടാപ്പ് ചെയ്യുക. കാരണം സ്ത്രീകൾക്ക് ഇവിടെയാണ് ഒരു കെട്ട് പോലെ വരുന്നത്. അപ്പോൾ ആ ഭാഗവും നന്നായി മസാജ് ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനം കാലിൽ അതുപോലെ തന്നെ കാലിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ കണ്ണി ഭാഗം, ആ കണ്ണി ഭാഗത്ത് നീര് വരും പലർക്കും. അത് കാരണം താഴത്തേക്ക് ഇറങ്ങി വന്നതിന് തിരിച്ച് മുകളിലേക്ക് കയറ്റാൻ പറ്റാണ്ടാവും വെയിൻസിന്. അതുകൊണ്ടാണ്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ നന്നായി ഇങ്ങനെ മസാജ് ചെയ്യുക, ടാപ്പ് ചെയ്യുക 2 സൈഡിലും 10 പ്രാവശ്യം. മനസ്സിലായല്ലോ? പാദസരിടുന്ന ഈ ബോണുള്ള ഭാഗം മനസ്സിലായില്ലേ? കാലിൻ്റെ ഈ ബോൺ എല്ലാവർക്കും കാണാൻ മതി, ചെറിയ ഈ ബോണിനെ പറയില്ലേ, ആ ബോണുള്ള ഭാഗത്ത് മസാജ് ചെയ്യുക, ടാപ്പ് ചെയ്യുക. ഇത്രയും ചെയ്താൽ ഒരാഴ്ച ചെയ്തിട്ട് നിങ്ങൾക്കൊരു റിലീഫ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് കാണും. ഞാൻ അടുത്തത് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതുകൊണ്ട് 90% ആളുകളുടെയും കാലുവേദന, കയ്യവേദന, കഴുത്ത് വേദന, എളിവേദന ഒക്കെ മാറും. റാഗിയോ മുരിങ്ങയിലയോ ഒക്കെ സ്ഥിരമായിട്ട് ഒരാഴ്ചയിൽ 2 ദിവസം മുരിങ്ങയില കഴിക്കുക, ഒരു 3 ദിവസമെങ്കിലും റാഗി കഴിക്കുക. കാൽഷ്യം ഒന്നും വേറെ സപ്ലിമെൻറ്റ്സ് എടുക്കണ്ട. ഇത് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഗീത ചേച്ചിയോടും നിങ്ങളുടെ ഈ ഡയറക്ടേഴ്സിനോടൊക്കെ ഇനി വരുമ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഇതിനൊരു നമ്മൾ എന്ത് പറയുമ്പോഴും അവസാനം നമ്മൾ ഇത് പറയണ്ടേ, ഇത് കടപ്പാട് പറയണ്ടേ. ഈ കടപ്പാട് ഒന്ന് നമ്മുടെ ഭാരതീയമായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാർക്കും, ആയുർവേദ ഗുരുക്കന്മാർക്ക്, സിദ്ധ ഗുരുക്കന്മാർക്ക്, ഈ എല്ലാ ഗുരുക്കന്മാരും വർഷങ്ങൾക്ക് മുമ്പേ കണ്ടെത്തിയതാണ് ഈ പോയിന്റ്സും ആ പോയിന്റ്സിലുള്ള തിരുമ്മലും. അതുകൊണ്ടാണ് ആയുർവേദത്തിലെ ഈ മസാജ് വന്നത് തന്നെ. പക്ഷേ അടുത്തത് ഇപ്പം നമ്മൾ വിദേശത്ത് ഡോക്ടർ പെറി നിക്കൾസ്റ്റൺ എന്നൊരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഇതിനെ ലോകത്തിൽ മുഴുവനും പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതിനെ അതിനെ പറയുന്നത് സൂപ്പർ 6 മസാജ്. എപ്പോഴും അങ്ങനെയാണ്, ഞാനിത് പ്രചരിപ്പിച്ച എൻ്റെ അവിടേക്ക് തീരുമാനം ആരും വരില്ല എന്ന് വിചാരിച്ചാൽ ഞാനിത് പ്രചരിപ്പിക്കില്ല. അപ്പോൾ ഇതും ചെയ്യുക. ഇതിൻ്റെ കൂടെ മുട്ടുവേദനയുള്ളവർ എന്നും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ മസാജൊക്കെ ചെയ്തുല്ലോ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാൻ തുടങ്ങുമ്പോൾ സോപ്പ് തേക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് മസാജ് ചെയ്യണം, സോപ്പ് ഇടുമ്പോഴും. അപ്പോഴും മനസ്സിൽ വേണം കേട്ടോ, ഈ പോയിന്റ്സ് ഒക്കെയാണ് നമ്മുടെ പ്രശ്നക്കാരെന്ന്. പിന്നെ കുറേ നാളായിട്ട് ഇവിടുത്തെ നീർക്കെട്ട് നിന്നിട്ട് കയ്യിൻ്റെ മുട്ടിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിവിടെയും ചിലർക്ക് നീർക്കെട്ട് കാണും. ബ്ലൗസൊക്കെ ഇടുമ്പോൾ ഇവിടെ ഒരു ഉണ്ട കാണും. അപ്പോൾ അത് പോണ വരെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എണ്ണയിട്ട് ഈ പറഞ്ഞ പോലെ 2 സൈഡിലേക്കും മസാജ് ചെയ്യുക, ടാപ്പ് ചെയ്യുക 2 സൈഡിലും. അതുപോലെ കൈവിരലുകൾക്ക് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു പിടുത്തം, വേദന ഒക്കെ ഉള്ളവരുണ്ട്. അവർ ഈ എണ്ണ നമ്മളിത് തേക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കയ്യിൽ ആദ്യം തരുമ്പോൾ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് ഇങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വരുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ 2 സൈഡിലേക്കും മസാജ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, TV കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? കാണുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കാലെല്ലാ സമയത്തും ഈ കാലിൻ്റെ വിരലുകൾ നിലത്ത് കുത്തിയിട്ട് കണ്ട വെറുതെ TV കാണുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ? തയ്ക്കണമൊക്കെ ചെയ്യില്ലേ, തയ്യൽ പണ്ട് കാലത്ത്, ഇപ്പൊക്കെ മെഷീനാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുക. TV കാണുമ്പോഴേക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എന്താണ്? താഴത്തുനിന്നുള്ള ബ്ലഡ് സർക്കുലേഷൻ മുകളിലേക്ക് ഇങ്ങനെ കയറാൻ നല്ല എളുപ്പമാണ്. അപ്പം ഇങ്ങനെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എന്താവും? നമ്മളിങ്ങനെ ചെയ്തു തുടങ്ങും. അതുപോലെ കൈയൊക്കെ കഴുത്തൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. ആരെന്തോ വിചാരിച്ചോട്ടെ, നമ്മൾ കുട്ടികളായിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ നമ്മൾ കുളിക്കാൻ പഠിച്ചത്. പിന്നെ കുളി കഴിയുമ്പോൾ ഷവറിലാണ് കുളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സൗകര്യമാണ്. ഷവർ ബാക്കിലേക്ക് നമ്മുടെ കാലിലേക്ക് വീഴുന്ന പോലെ ആക്കിയിട്ട് കുളിക്കണ സമയത്ത് ഇങ്ങനെ ഒന്നാക്കുക. കണ്ടോ? ഇങ്ങനെ ഇവിടെയാണെന്ന് പറഞ്ഞല്ലോ മുട്ടുവേദന ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട വില്ലൻ ഇരിക്കുന്നത്. അയാളൊന്ന് തട്ടി അവിടെയുള്ള നീർക്കെട്ടൊക്കെ നമ്മൾ മാറ്റിക്കളയാണ്. അതിനുവേണ്ടി ഇതും കൂടി ചെയ്തിട്ട് കുളി കഴിഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പം തലയൊക്കെ തോർത്തുമ്പോൾ ഇങ്ങനെ തോർത്തുക. മനസ്സിലായില്ലേ? ബാത്റൂമിൽ തന്നെ ആരും കാണില്ലല്ലോ. അമ്മ ഗോഷ്ഠി കാണിക്കുന്നു, അച്ഛമ്മ ഗോഷ്ഠി കാണിക്കുന്നു, മുത്തശ്ശി ഗോഷ്ഠി കാണിക്കുന്നു ആരും പറയില്ലല്ലോ. അപ്പം ഇത് ചെയ്യുക. അതുപോലെ ഈ ക്ലാസ്സിനൊക്കെ വരുമ്പോൾ ഇങ്ങനെ നടന്നോ, ആരെപ്പോൾ പറയാൻ പോകുന്നത് അല്ലേ? കുറച്ച് നേരം ഇരുന്നു. ഇപ്പം ഇരുന്ന് എണീക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, എല്ലാവരും എണീക്കുമ്പോൾ ചിലർക്കൊക്കെ മുട്ടുവേദന, കാലുകഴപ്പൊക്കെ തോന്നും. അപ്പം എണീറ്റ ഉടനെ തന്നെ
ഇങ്ങനെ ആക്കിയിട്ട് ഗീത ചേച്ചി എന്നാ ഞാൻ പോകണ്ടിട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. നമസ്തേ.